വിശദമായ വാർത്തകളിലേക്കാണ്. ശ്രീലങ്കയ്ക്കെതിരായ വനിതാ T20യിൽ ഇന്ത്യക്ക് കൂറ്റൻ സ്കോർ. ഇന്ത്യ 2 വിക്കറ്റ് നഷ്ടത്തിൽ 221 റൺസ് എടുത്തു. സ്മൃതി മന്ദാനയും ഷെഫാലിയും അർദ്ധ സെഞ്ചുറി നേടി. T20യിൽ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന സ്കോറാണ് കാര്യവട്ടത്ത് നേടിയത്. 80 റൺസ് നേടിയ വൈസ് ക്യാപ്റ്റൻ സ്മൃതി മന്ദാന അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 10,000 റൺസ് പിന്നിടുന്ന താരമായി. ഈ നേട്ടം കൈവരിക്കുന്ന അന്താരാഷ്ട്ര തലത്തിൽ 4ാമത്തെയും ഇന്ത്യയിലെ 2ാമത്തെയും വനിതാ താരമാണ് സ്മൃതി. അക്ഷയ കൃഷ്ണാനന്ദ് ചേരുന്നുണ്ട്. അക്ഷയ, ഇതിപ്പോൾ ഇന്ത്യയുടെ പരീക്ഷണ മത്സരം കൂടിയായിരുന്നു. ഇപ്പോൾ ഇതാ കൂറ്റൻ സ്കോറിലേക്ക്. വർഷ, കാര്യവട്ടം സ്റ്റേഡിയത്തിൽ റെക്കോർഡുകൾ പിറന്നിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് അന്താരാഷ്ട്ര തലത്തിൽ 10,000 റൺസ് എടുക്കുന്ന ഇന്ത്യയുടെ ഇന്ത്യയുടെ താരമായി സ്മൃതി മന്ദാന എത്തിയിരിക്കുകയാണ്. അങ്ങനെ സ്മൃതി മന്ദാന റെക്കോർഡ് നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ്. ശ്രീലങ്കയ്ക്കെതിരായ ഇന്ന് നടന്ന മത്സരത്തിൽ 27 റൺസ് കൂടെ തികച്ചതോടുകൂടിയാണ് അന്താരാഷ്ട്ര തലത്തിൽ 10,000 റൺസ് എന്ന നേട്ടത്തിലേക്ക് സ്മൃതി മന്ദാന എത്തിയത്. ഈ ക്ലബിലെത്തുന്ന 4ാമത്തെ താരമാണ് സ്മൃതി. ഇന്ത്യയുടെ തന്നെ മിതാലി രാജാണ് ആദ്യമായി ഈ നേട്ടത്തിലെത്തിയത്. മറ്റൊരു നേട്ടം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കാര്യവട്ടത്ത് പിറന്നത് ഏറ്റവും വലിയ കുറ്റൻ സ്കോറാണ്. T20യിൽ ഇന്ത്യയുടെ കുറ്റൻ സ്കോറായ 221 റൺസ് എന്ന ആ ഒരു വിജയം, ആ ഒരു നേട്ടം കൈവരിച്ചിരിക്കുകയാണ് കാര്യവട്ടം സ്റ്റേഡിയത്തിലൂടെ ഇന്ത്യ. 222 റൺസാണ് ശ്രീലങ്കയുടെ വിജയലക്ഷ്യം. ഈ ഒന്നാം ഓപ്പണിംഗിൽ, അതായത് ആദ്യത്തെ ഓപ്പണിംഗ് തുടങ്ങിയത് ഷെഫാലി വർമ്മയും സ്മൃതി മന്ദാനയും ചേർന്നാണ്. ഇരുവരും ചേർന്ന് നേടിയത് 162 റൺസാണ്. ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഈ വനിതാ ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും മികച്ച കൂട്ടുകെട്ട് എന്ന് തന്നെ ഈ റൺസിനെ പറയേണ്ടി വരും. ജമീമ റോഡ്രിഗസ് ഇന്ന് കളിച്ചിരുന്നില്ല. അതിനു പകരം റിച്ച ഘോഷാണ് ജമീമയ്ക്ക് പകരം ആ 3ാം ഇതിൽ ഇറങ്ങിയത്. എന്നാൽ ജമീമ ഇല്ല എന്ന തരത്തിലുള്ള ഒരു വിഷമവും ആരാധകർക്ക് ഉണ്ടായില്ല എന്ന് വേണം പറയാൻ. റിച്ച ഘോഷ് എല്ലാ തരത്തിലും കളം നിറഞ്ഞു കളിച്ചു. അതായത് ഇന്ന് കളിച്ച ഷെഫാലി വർമ്മയാണെങ്കിലും സ്മൃതി മന്ദാനയാണെങ്കിലും റിച്ച ഘോഷ് ആണെങ്കിലും ഹർമൻപ്രീത് കൗർ ആണെങ്കിലും ആരും തന്നെ ഇന്ത്യൻ ആരാധകരെ നിരാശപ്പെടുത്തിയില്ല. അതായത് ഇന്ത്യയുടെ ബാറ്റിംഗ് നിര, ഇന്ത്യയുടെ വുമൻസ് ബാറ്റിംഗ് നിര കരുത്തരാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ് കാര്യവട്ടത്ത് ഹർമൻപ്രീത് കൗറിന്റെ നേതൃത്വത്തിലുള്ള സംഘം. അതേസമയം തന്നെ നമ്മൾ എടുത്തു പറയേണ്ടതാണ് ശ്രീലങ്കയുടെ സ്കോറും. നിലവിൽ പവർ പ്ലേ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് 6ാമത്തെ ഓവർ കഴിയാൻ പോവുകയാണ്. ഈ ഒരു സമയത്ത് ഒരു വിക്കറ്റ് മാത്രമാണ് ശ്രീലങ്കയ്ക്ക് നഷ്ടമായിരിക്കുന്നത്. ഏകദേശം 60 റണ്ണ് എന്ന അവരുടെ ഒരു നില അവർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. 60 റൺസ് എന്നൊരു നിലയിലേക്ക് അവർ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇന്ന് കാര്യവട്ടത്ത് നടക്കുന്നത് വാശിയേറിയ പോരാട്ടമാണ്. ഇന്നത്തെ പോരാട്ടത്തിൽ ശ്രീലങ്കയ്ക്ക് ഒന്നും തന്നെ നേടാനില്ല. എന്നിരുന്നാൽ പോലും ഞങ്ങൾ ഇന്ത്യക്ക് മികച്ച എതിരാളികളാണ് എന്ന് തെളിയിക്കാനുള്ള ഒരു ശ്രമമാണ് ശ്രീലങ്കൻ ടീം ഇന്ന് നടത്തുന്നത്. വർഷ, ശരി, അക്ഷയാണ് വിവരങ്ങൾ നൽകിയത്.